യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചന കാര്യത്തിൽ ചർച്ചകൾ തുടരുകയാണ്. ദയാധനം സ്വീകരിക്കുന്നതിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളാനാണ് ചർച്ചയിലൂടെ ശ്രമം നടക്കുന്നത്. നിമിഷപ്രിയയ്ക്ക് മോചനം നൽകാനുള്ള നീക്കത്തെ എതിർത്ത് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ രംഗത്ത് വന്നതായി റിപ്പോർട്ടുണ്ട്. കാന്തപുരം നടത്തിയത് മനുഷ്യത്വപരമായ ഇടപെടലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് പറഞ്ഞു. നൽകിയത് മഹത്തായ സന്ദേശമാണെന്നും കാന്തപുരത്തെ സന്ദർശിച്ച ശേഷം CPM സംസ്ഥാന സെക്രട്ടറി പ്രതികരിക്കുകയും ചെയ്തു. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി KP അഭിലാഷ് നമുക്കൊപ്പം ചേരുകയാണ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് അഭിലാഷ്, വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്നലെ വധശിക്ഷ നീട്ടിവെച്ചുകൊണ്ടുള്ള നടപടിയെ നമ്മൾ കണ്ടത്. മോചനത്തിലേക്ക് ഉള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നുണ്ടായ ഒരു പ്രധാനപ്പെട്ട പ്രതികരണം അത് BBC നൽകിയ വാർത്തയാണ്. തലാലിന്റെ സഹോദരൻ ഒരു തരത്തിലും ദയാധനം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു എന്നത് സംബന്ധിച്ചുള്ള വാർത്ത. വലിയ നിരാശയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ വാർത്തയ്ക്ക് എത്രമാത്രം സ്ഥിരീകരണമുണ്ട്? എന്തു വന്നാലും ഉടൻ തന്നെ ശിക്ഷ നടപ്പാക്കുന്നതിനായുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് അവർ പറഞ്ഞു എന്ന വിവരങ്ങളാണ് വരുന്നത്. അത് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചകൾക്ക് ഒരു വിഘാതമാണോ? മങ്ങലേൽപ്പിച്ചിട്ടുണ്ടോ? അത് രേണുക, റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ തലാലിൻ്റെ കുടുംബാംഗങ്ങൾ ഇപ്പോഴും നിമിഷപ്രിയയുടെ മോചനത്തിന് എതിരെ നിൽക്കുന്നു എന്നത് തന്നെയാണ് എല്ലാവിധ ശ്രമങ്ങൾക്കും തിരിച്ചടിയായി നിൽക്കുന്നത്. സൂഫി പണ്ഡിതനായിട്ടുള്ള ഷെയ്ഖ് ഹബീബ് ഉമർ ആണ് ഇപ്പോൾ ഈ കുടുംബവുമായി ആശയവിനിമയം നടത്തുന്നത്. പക്ഷേ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് അനുകൂലമാകുന്ന ഒരു പ്രതികരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതിൽ തന്നെ ഇപ്പോൾ രേണുക സൂചിപ്പിച്ചത് തന്നെ തലാലിൻ്റെ സഹോദരൻ അബ്ദുൾ ഫത്താ മഹദിയുടെ പ്രതികരണം നേരത്തെ BBC-ക്ക് പ്രതികരണം നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അബ്ദുൾ ഫത്തായുടെ പ്രതികരണവും വന്നിട്ടുണ്ട്. അതിൽ നീതി നടപ്പിലാക്കുക തന്നെ വേണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുക തന്നെ വേണം. നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചതിന് ശേഷം അതിസങ്കീർണമായ സാഹചര്യത്തിലൂടെയാണ് തങ്ങളുടെ കുടുംബം കടന്നു പോകുന്നത് എന്നും ഇപ്പോഴും ഈ വധശിക്ഷ മാറ്റിവെച്ചിട്ടുണ്ട് എങ്കിലും അന്തിമമായി അത് നടപ്പിലാക്കുക തന്നെ വേണം എന്നുമുള്ള ആവശ്യമാണ് ഈ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. ഇങ്ങനെയൊരു പ്രതികരണം പുറത്തു വരുന്നു എന്നത് തന്നെയാണ് ഈ ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറുന്നത്. അതായത് ദിയാധനം നൽകിക്കൊണ്ട് മാത്രമാണ് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാവുകയുള്ളൂ, അതല്ല എങ്കിൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയുള്ളൂ. പക്ഷേ ഈ ദിയാധനം എത്ര എന്ന് നിശ്ചയിക്കേണ്ടത് തന്നെ ആദ്യം അതിന് ഒരുക്കമാണ് കുടുംബം എന്ന പ്രതികരണം വരുമ്പോൾ മാത്രമാണ്. അതായത് ദിയാധനം സ്വീകരിച്ചുകൊണ്ട് നിമിഷപ്രിയയുടെ മോചനമോ അല്ലെങ്കിൽ വധശിക്ഷയിൽ നിന്നുള്ള ഒഴിവാക്കലിനോ തങ്ങൾ ഒരുക്കമാണ് എന്ന് കുടുംബം അറിയിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ മണിക്കൂറുകളിലും കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു അനുകൂലമായ നീക്കങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോഴും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് രേണുക. കാരണം ഈ സൂചിപ്പിച്ചതുപോലെ ഇന്നായിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കേണ്ടത്. അതിനിടയിലാണ് നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള ഇടപെടലുകൾ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത്. അതിൽ തന്നെ സൂഫി പണ്ഡിതൻ ആയിട്ടുള്ള ഷെയ്ഖ് ഹബീബ് ഉമറുമായി ആശയവിനിമയം നടത്താൻ നേരത്തെ അഖിലേന്ത്യാ ജമീയത്തുൽ ഉദമയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിന് സാധിച്ചിരുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. അതോടൊപ്പം നമുക്ക് ചേർത്ത് വെക്കേണ്ടത് ഇപ്പോൾ ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായെങ്കിലും മാറ്റിവെക്കുമ്പോൾ അതിന്മേലുള്ളൊരു അവകാശ തർക്കം അങ്ങേയറ്റം നാണക്കേട് സൃഷ്ടിക്കുന്നുണ്ട് എന്നത് തന്നെയാണ്. വിവിധ കോണുകളിൽ നിന്ന് തങ്ങൾ ആണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന മട്ടിലുള്ള പ്രതികരണങ്ങളടക്കം പുറത്തു വരുമ്പോൾ അത് യമനിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഈ വാർത്തകൾ പുറത്തേക്ക് വരുന്നു, ഇങ്ങനെ ഇന്ത്യക്കാരിയായ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കുന്നു, അത് നീട്ടിവെക്കുന്നു എന്ന റിപ്പോർട്ടുകൾ യമനിൽ പുറത്തു വരുമ്പോൾ യമനിലെ ഒരു വിഭാഗം ആളുകൾ ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധം ആണ് നടത്തുന്നത്. അതായത് ഇന്ത്യയുടെ സമ്മർദ്ദത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ സമ്മർദ്ദത്തിനോ വഴങ്ങാൻ പാടില്ല, വധശിക്ഷ തന്നെ നടപ്പിലാക്കണം എന്നുള്ളതാണ് ഈ വിഭാഗത്തിന്റെ ആവശ്യം. നമുക്ക് ലഭിക്കുന്ന ഇൻപുട്ടുകൾ അനുസരിച്ച് കേന്ദ്ര സർക്കാർ അടക്കം ഇത്തരം ചർച്ചകളുടെ ഭാഗമാകുന്നുണ്ട് എങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിനോ ഔദ്യോഗികമായ സ്ഥിരീകരണത്തിനോ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഇത്തരം റൂമറുകളും ഇത്തരം റിപ്പോർട്ടുകളും ഒക്കെ നിമിഷപ്രിയയുടെ മോചനത്തിന് തിരിച്ചടി ആകുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ തന്നെ ഈ തലാലിന്റെ കുടുംബം ദിയാധനം സ്വീകരിച്ചുകൊണ്ട് നിമിഷപ്രിയയുടെ മോചനത്തിന് തയ്യാറാകുന്നുവെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നിരവധിയായി കേരള മാധ്യമങ്ങളിൽ വരുന്നു. അതിന്റെ ട്രാൻസ്ലേറ്റഡ് പതിപ്പുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ
റിപ്പോർട്ട് ചെയ്യുന്നു. അത് യമനിലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. യമനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു പ്രത്യേകമായ സാഹചര്യത്തിലൂടെയാണ് ആ രാജ്യം കടന്നു പോകുന്നത്. ആ രാജ്യത്തിന് തനതായ നിയമങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ മുകളിൽ ആണ് മത നിയമങ്ങളും ഗോത്ര തലവന്മാരുടെ തീരുമാനങ്ങളുമെല്ലാം. അതുകൊണ്ട് തന്നെ ഗോത്ര തലവന്മാരുമായി അടക്കം ആശയവിനിമയം നടത്തിക്കൊണ്ട് ഈ നിമിഷപ്രിയയുടെ മോചനത്തിന് സാധ്യമാകുന്ന ഇടപെടൽ നടത്താൻ അവരെയാണ് ആദ്യമേ സമീപിക്കേണ്ടി വരുന്നത്. നേരത്തെ നമുക്കറിയാം, ഈ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിരുന്നു. ഈ ആക്ഷൻ കൗൺസിലിന്റെ പ്രതികരണം പോലും പുറത്തു വന്നത് ഈ കുടുംബവുമായി നേരിട്ട് ഈ ആക്ഷൻ കൗൺസിലിന് ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അത് യമനിൽ തന്നെ ഉള്ള മലയാളികൾ ഉൾപ്പെടുന്ന ആക്ഷൻ കൗൺസിലാണ്. അതിൽ സജീവ് കുമാർ എന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളോട് ഒരു പ്രതികരണം നടത്തിയത്. അപ്പോൾ ആക്ഷൻ കൗൺസിൽ അടക്കം എന്ത് ചെയ്യണം എന്ന് അറിയാതെ വഴിമുട്ടി നിന്നിരുന്ന ഒരു സമയത്താണ് കാന്തപുരം ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ ഇടപെടൽ എല്ലാം തന്നെ സർക്കാർ സംവിധാനങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ്. അതിൽ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും വേണ്ട പോലെയുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. പക്ഷേ അത്തരം ഔദ്യോഗികമായ പ്രതികരണങ്ങൾ ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായി മാറ്റിവെച്ചുവെങ്കിൽ പോലും അത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല. ഒപ്പം തലാലിന്റെ കുടുംബാംഗങ്ങൾ പറയുന്നത് അവർക്കും ഏതെങ്കിലും തരത്തിലുള്ള ഒഫീഷ്യലായ ഒരു അറിയിപ്പ് വധശിക്ഷ ഒഴിവാക്കപ്പെട്ടു എന്ന തരത്തിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. വധശിക്ഷ മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരം ഈ കുടുംബം അറിയുന്നുണ്ട് എങ്കിലും അത് മാറ്റിവെക്കുന്നതിനോടോ അല്ലെങ്കിൽ വധശിക്ഷ ഒഴിവാക്കുന്നതിനോടോ ഇപ്പോഴും തലാലിന്റെ തീർച്ചയായും ഒരു യോജിപ്പ് അവരില്ല. അഭിലാഷ്, ഒരു കാര്യം കൂടി, ഇതിപ്പോൾ നമ്മളുടെ ഈ നിമിഷപ്രിയയുടെ മോചനത്തിനായി പല കോണുകളിൽ നിന്ന് സാധ്യമായ എല്ലാ ഇടപെടലും നമ്മൾ നടത്തി വരികയായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരമൊരു തിരിച്ചടി അതിന് നേരിടുന്നത്. ഇപ്പോൾ നമുക്ക് നിമിഷപ്രിയയ്ക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്നും പുറം നാടുകളിൽ നിന്നും ഒക്കെ ഇടപെടുന്ന ആളുകളുടെ, സന്നദ്ധ സംഘടനകളുടെ ഒക്കെ നിലപാട് എന്താണ്? ഈ ചർച്ച സാധ്യമാകുന്ന ഇടം വരെ കൊണ്ടെത്തിക്കുക എന്നതാണോ അവർ, അതിലാണോ പ്രതീക്ഷ അർപ്പിക്കുന്നത്? തീർച്ചയായും ഇപ്പോൾ അതിലേറ്റവും എടുത്തു പറയേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധിയായിട്ടുള്ള സജീവ് കുമാറിന്റെ അടക്കം പ്രതികരണം വരുമ്പോൾ അദ്ദേഹം പറയുന്നത് കാന്തപുരത്തിന്റെ ഉൾപ്പെടെയുള്ള ഇടപെടലുകൾ, അതോടൊപ്പം തന്നെ എംബസി, കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ എല്ലാം സംയോജിച്ചുകൊണ്ട് തന്നെയാണ് എങ്ങനെ ഒരു വാതിൽ തുറക്കാമോ അതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണമാണ് നടത്തിയത്. അതിലേറ്റവും ഒടുവിൽ വലിയ പ്രതീക്ഷ നൽകുന്നത് ഈ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരാളിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചോ, അതാണ് ഞാൻ ഏറ്റവും പ്രധാനമായി തന്നെ പറയുന്നത്. അതായത് തമാർ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഈ തരത്തിൽ ഒരു സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതൊരു ഗോത്ര തലവന്മാർ സ്വാധീനമുള്ള, അവർ കാര്യങ്ങൾ നിശ്ചയിക്കുന്ന ഒരു മേഖലയാണ്. അങ്ങനെയുള്ള ഒരു മേഖലയിൽ ഈ തലാലിന്റെ കുടുംബവുമായി കൃത്യമായ ആശയവിനിമയം നടത്താൻ പലർക്കും സാധിച്ചിരുന്നില്ല. അവരിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചു എന്ന് മാത്രവുമല്ല, അവിടെ എടുത്തു പറയേണ്ടത് ഈ എല്ലാത്തിനും മുകളിലായി മതത്തെ കാണുന്ന, ഇസ്ലാമിക ചിന്തകളെ കാണുന്ന, അതിൽ തന്നെ ഓരോ രാജ്യത്തിനും ഓരോരോ ചിന്താഗതികൾ ആണ് ഉള്ളത് എങ്കിൽ പോലും ആ മതത്തിൽ ഊന്നിക്കൊണ്ട് എല്ലാത്തിനും ഉപരിയായി മാപ്പ് നൽകുക എന്നതിനെ വലിയ കാര്യമായി കണക്കാക്കുന്ന സമൂഹങ്ങളും ഗോത്ര വിഭാഗങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ ആ മാപ്പ് നൽകുക എന്നത് ഒരു വിഭാഗം അതിനോട് യോജിക്കുമ്പോൾ അങ്ങനെയല്ല നിയമങ്ങൾ, മറിച്ച് ഇതിനുള്ള ശിക്ഷ, അതായത് കൊലപാതകത്തിനുള്ള ശിക്ഷ കൊലക്കയർ തന്നെയാണ് എന്ന് വാദിക്കുന്ന മറുവിഭാഗവുമുണ്ട്. ഇവരെ ചർച്ചയിലൂടെ രമ്യമായി പരിഹരിച്ചുകൊണ്ട് ഈ എതിർക്കുന്ന വിഭാഗത്തെ കൂടി അനുകൂലമാക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുത്താൽ മാത്രമാണ് തൂക്ക് കയറി നിന്ന നിമിഷപ്രിയയ്ക്ക് മോചനം ലഭിക്കുകയുള്ളൂ. അപ്പോഴും അത് ആത്യന്തികമായ ഒരു മോചനമാണോ അല്ലെങ്കിൽ ജയിലിൽ തുടരേണ്ട സാഹചര്യം ഉണ്ടാകുമോ എന്നതിലൊന്നും വ്യക്തതയില്ല. ഇപ്പോൾ ഈ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി കിട്ടുക എന്നതാണ് ഏറ്റവും പ്രഥമ പരിഗണന. അത് ലക്ഷ്യം വെച്ചുള്ള ശ്രമങ്ങൾ, ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. ആശ കൈവിടാതെ നമുക്ക് കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റോറി എന്ന നിലയിലാണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടിയുള്ള ഇടപെടലുകളെ കഴിഞ്ഞ ദിവസം കണ്ടത്. ജാതി മത ഭേദങ്ങൾ ഒന്നുമില്ലാതെ സാധ്യമായ ഇടപെടലുകൾ എല്ലാ കോണിൽ നിന്നും ഉണ്ടാകുന്നത് കണ്ടു. അത് തുടരാൻ തന്നെയാണ് ഇപ്പോഴത്തെയും തീരുമാനം. KP അഭിലാഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.